ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു റിസോർട്ട് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പാലക്കാട് നിന്ന് ചെറായിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇപ്പം പാസ്പോർട്ട് വാങ്ങിക്കാനുണ്ട്. പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്, വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരാൻ ലേറ്റായി. അപ്പം അതും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും എറണാകുളം വരെ പോകണമല്ലോ. അപ്പം ഞങ്ങളോർത്ത് എന്തായാലും റിസോർട്ടിലും കൂടെ പോകാമെന്ന്. നമ്മൾ ഇവിടെ അച്ഛനമ്മമാരൊക്കെ വന്ന സമയത്ത് വിക്കി എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല അവരുടെ കൂടെ. കാരണം ഞാനിവിടെ തനിച്ചാവുമല്ലോ, ഞാനും ബേബി മാത്രമായിട്ട് ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് വിക്കിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിക്കിയെ കൺവിൻസ് ചെയ്ത് വെച്ചത് നാട്ടിൽ പോയിട്ട് റിസോർട്ടിലൊക്കെ പോകാമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പാസ്പോർട്ട് കിട്ടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ റിസോർട്ടിൽ പോകാനുള്ളൊരു സമയം കിട്ടി, അല്ലെങ്കിൽ ഒട്ടും കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചെറായിലെ മാളിയേക്കൽ റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ എത്തി. എന്തായാലും നല്ല വൈബായിരുന്നു. രാവിലെ പുറപ്പെട്ടതാണ്, ഒരു 10 മണിയൊക്കെ ആയപ്പോൾ. അപ്പം ജാനുട്ടിൻ്റെ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ കാറിൽ ഫുൾ ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റിസപ്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റിസപ്ഷനിൽ പോയിട്ട് നമ്മൾക്ക് ചെക്കിനൊക്കെ ചെയ്യണം. നമ്മൾ പറഞ്ഞതിലും എന്ന് വെച്ചാൽ ഇവരുടെ ചെക്കിൻ ടൈമിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ നേരത്തെ തന്നെ വിളിച്ച് കൺഫേം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര മണിക്കാണ് എത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഫോം സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അതിനുശേഷം പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. വാട്ടർമെലൻ്റെ ജ്യൂസാണ് വെൽക്കം ഡ്രിങ്കായിട്ട് കിട്ടിയത്. അതെല്ലാം കുടിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. വിക്കിയും ജാനുട്ടിയും കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജാനുട്ടി അപ്പോഴത്തേക്കും എണീറ്റ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഉണർന്നുണ്ടായിരുന്നു. പുറത്ത് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മാവ് നിൽക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് വെറുതെ അടുത്തോട്ട് പോയി നോക്കിയപ്പോഴേക്കും ഇത് നിറയെ മാങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു. പറിച്ച് കഴിക്കണമെന്നൊക്കെ തോന്നി. പക്ഷേ നമ്മൾ ഇത് റിസോർട്ടാണല്ലോ, നമ്മുടെ വീട്ടിൽ പോലെ പറിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. വിക്കിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു ഞാൻ. വിക്കിയും ഇങ്ങനെ മാങ്ങ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇത്രയും അടുത്ത് പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാങ്ങയും മാവും ഒക്കെ കാണുന്നത്. അപ്പോൾ അവനിങ്ങനെ ചോദിക്കുമായിരുന്നു അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ അവരെല്ലാം റെഡിയാക്കി. ബാഗേജൊക്കെ ആദ്യം തന്നെ അവർ റൂമിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. മുകളിലാണ് നമ്മുടെ റൂം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കായലും അതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ലേക്ക് വ്യൂ സെലക്ട് ചെയ്തതാണ്. പിന്നെ ഇത് എക്സോട്ടിക് എന്ന് പറയുന്ന റിസോർട്ടാണ്. ഓരോ റിസോർട്ടിൻ്റെ ഇവരുടെ ഓരോ കോട്ടേജസിന് ഓരോ പേരിട്ടിട്ടുണ്ട്. അപ്പം എക്സോട്ടിക് എന്ന് പറയുന്നതിൽ റൂം 3 ആണ്, X3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർ വന്നിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാമായിരുന്നു ഓരോ സംഭവങ്ങളൊക്കെ. ഈ റൂമിൻ്റെ പ്രത്യേകത ഇവിടെ ജക്കൂസി ഉണ്ട്. അപ്പം ജക്കൂസി വേണമെന്ന് വിക്കി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിതെങ്ങനെയൊക്കെയാണ് ഓൺ ചെയ്യേണ്ടത്, എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. കാരണം ഇത് നമ്മൾ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർ ക്ലിയറായിട്ട് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല യൂസ് ചെയ്യാൻ. അപ്പോൾ ഒരു റൂം ടൂർ പോലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെളിയിലേക്ക് വന്നതാണ്. അപ്പം ഇതിനകത്തോട്ട് പോകുമ്പം ജസ്റ്റ് ഒരു കിങ് സൈസ് ബെഡാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം 4 പേരുണ്ടല്ലോ ഇപ്പം. അപ്പോൾ ഇനി ക്യൂവിന് പറ്റില്ല. പിന്നെ അത് ഓപ്പോസിറ്റായിട്ട് LED TV ഉണ്ട്. പിന്നെ സൈഡിൽ അവരുടെ കെറ്റിലും പിന്നെ ചായ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിളും ചെയറും ഉണ്ട്. ടേബിൾ ലാമ്പ് 2 സൈഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഒരു കൗതുകം തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഫാനാണ്. നമ്മളിവിടെ കയറി വരുന്ന സമയത്ത് ഇത് ലൈറ്റായിരുന്നു. നമ്മൾ ലൈറ്റാന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഇടുമായിരുന്നു. വിക്കി ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഏതൊരു ബട്ടൺ അറിയാതെ പ്രസ് ചെയ്തപ്പം റിമോട്ടിൻ്റെ ആണ് പ്രസ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടിൽ അതിൻ്റെ വിങ്സൊക്കെ കൂടി ഇങ്ങനെ തുറന്നു വന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്ന് പേടിച്ചു പോയി. ഇതിൻ്റെ സൗണ്ട് എല്ലാം കൂടെ താഴെ വീഴാണോ വിചാരിച്ചത്. ഈ ഒരു രീതിയിലായിരുന്നു. ഇതിപ്പം സ്ലോ ആയിട്ട് ഇട്ടതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എല്ലാം അതിൻ്റെ വിങ്സൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ട് നല്ല കറക്റ്റ് ആ ഫാനിൻ്റെ ആ ഒരു ലീഫൊക്കെ കറക്റ്റായിട്ട് വന്ന് ആ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഹൈ സ്പീഡ് ഇട്ട് കഴിയുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തുറക്കുക ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം എന്തായാലും. പിന്നെ അതിൻ്റെ സൈഡിൽ കബോർഡുണ്ട്, നമ്മൾക്ക് ഡ്രസ്സും സംഭവങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ഒരു ലോക്കറും ഉണ്ട്. എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വയ്ക്കാം. പിന്നെ അതേ ബാത്റൂമും നല്ല രസമുണ്ടായിരുന്നു. റൂമിനേക്കാൾ സ്പേസ് ബാത്റൂമിന് ഇവർ കൊടുത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയും വലിയൊരു ബാത്റൂമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ജക്കൂസിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സെറ്റപ്പ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇത് ഷവറിനും ജക്കൂസിക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു റൂം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമ്മൾക്ക് ഇവിടെ നിന്ന് ഗ്ലാസ്സാണ്. നമ്മുടെ റൂം ഫുള്ളായിട്ട് കാണാൻ പറ്റും.
ഇനിയിപ്പം കുറച്ച് യാത്രാക്ഷീണമൊക്കെ മാറ്റി റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ ഇതിനകത്ത് നിന്നിട്ട് എടുക്കുമായിരുന്നു. പിന്നെ നമ്മളിപ്പം ജാനൂട്ടിനെ ഉറക്കണം, ഉറക്കി കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏട്ടനവിടെ ഉറക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജാനൂട്ടി ഉറങ്ങിയിട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം വന്നിട്ടുണ്ട്. ഭക്ഷണം നമ്മളിപ്പം ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഏട്ടനും വിക്കിക്കും വേണ്ടിയിട്ട് ബീഫും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. വിക്കിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ബീഫും പൊറോട്ടയും ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ US ഇരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാണ് വിക്കിക്ക്. പക്ഷെ നാട്ടിലെ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് അവിടെ പോയിട്ടും അവനത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കായിരുന്നു. പിന്നെ ഇത് ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ അത് പപ്പടമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബിരിയാണി എന്ന് പറഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ച ബിരിയാണി ആണെങ്കിലും റൈസ് നമ്മുടെ ബസ്മതി റൈസായിരുന്നു. എനിക്ക് നമ്മുടെ കുഞ്ഞ് റൈസ് ഉണ്ടല്ലോ, ജീര സാമ്പാർ റൈസായിരുന്നു വേണ്ടത്. അതറിഞ്ഞില്ല, ഇവരതിനകത്ത് മെൻഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞപ്പം കേരളത്തിൽ എങ്ങനെയായാലും മറ്റേ കുഞ്ഞ് റൈസ് ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്പൈസി ആയിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഏട്ടനും വിക്കിയും കൂടിയിട്ട് ജക്കൂസിയിൽ കുറച്ച് നേരം ഒന്ന് കുളിച്ച് കളിച്ചൊക്കെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുളിക്കാനൊന്നുമല്ല, വെറുതെ കളിക്കാനാണ്. ഇതിനകത്ത് ലൈറ്റ്സൊക്കെ ഇടാൻ പറ്റും, ലൈറ്റ്സൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റിയും കളിച്ചിട്ടൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു വിക്കി. അത് കഴിഞ്ഞ് പിന്നെ അത് അപ്പോഴത്തേക്ക് ഈവനിങ് ആയി. ഈവനിങ് വെളിയിൽ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ്, മഴയൊക്കെ വരാൻ പോകുന്ന ഒരു ക്ലൈമറ്റായിരുന്നു. എന്ന് വെച്ചാൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിപ്പം വൈകുന്നേരത്തെ ടീ സ്നാക്സൊക്കെ ഉണ്ടല്ലോ, അതും കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ആ താഴെ കാണുന്ന ഒരു സംഭവമുണ്ട്, ചായക്കട പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ചായ കുടിക്കുന്നത്. കായലിൻ്റെ ഓരത്താണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് കഴിക്കാനൊക്കെ അത് ഇവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ഡേകളിലൊക്കെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഉള്ളത്. പക്ഷേ ഇവിടെ ടീ ഒക്കെ കോംപ്ലിമെൻ്ററി ആണ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി ആണ്. ഇത് വിക്കിയൊക്കെ അടിപൊളി പോസൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അധികം ക്ലിയറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറുതായിട്ട് മഴയും കുറച്ച് മിസ്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു മൂടിയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് ചായയും അതുപോലെ ഉള്ളിവടയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സമോസ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്തുള്ള ബീച്ചിൽ പോയായിരുന്നു. ഇത് ജസ്റ്റ് അടുത്തെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റാണ് ബീച്ചുള്ളത്, ചെറായി ബീച്ച്. അപ്പം അവിടെയും കൂടെ പോയതിന് ശേഷം പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇപ്പം റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചല്ലോ, അതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണം പാഴ്സൽ ചെയ്യുക ചെയ്ത്. ജാനൂട്ടി ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പാഴ്സൽ വാങ്ങിയിട്ട് വന്നു ഏട്ടൻ. ഇത് നമുക്ക് വെജിറ്റബിൾ മപ്പാസും അപ്പവും അതുപോലെ പൊറോട്ടയും പിന്നെ ചിക്കൻ്റെ ഗ്രില്ല് ചെയ്തെന്തോ പീസുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ നൈറ്റിലെ ഭക്ഷണം. അങ്ങനെ നമ്മുടെ അടുത്ത ദിവസമാണ്. അത് ജാനൂട്ടി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ 10 മണി വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം. അപ്പോൾ നമ്മൾക്ക് ഈ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ ഒത്തിരി നേരം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് നേരത്തെ എണീറ്റ് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് പക്ഷേ പോകുമ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏകദേശം 9:30 കഴിഞ്ഞു, 10 മണി ആവാൻ പോകുമ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. റിസോർട്ടിന് അകത്തായിട്ടല്ല, അതിൻ്റെ ബീച്ചിൻ്റെ സൈഡിലാണ്. എന്ന് വെച്ചാൽ ബീച്ച് വ്യൂ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. വേവ്സ് റെസ്റ്റോറൻറ്റ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പം അതിനകത്ത് പോകുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു. അപ്പം അപ്പം ഉണ്ട്, അതുപോലെ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പുട്ടുണ്ട്, കടലക്കറി ഉണ്ട്, പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയും ഉണ്ടായിരുന്നു. കടലക്കറിയും ഗ്രീൻ പീസിൻ്റെയും രണ്ടും ഏകദേശം ഒരുപോലത്തെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്മാവ് ഉണ്ട്. അത് ഉപ്മാവ് നോക്കിക്കേ, ആരും തൊട്ടിട്ടില്ല, ബാക്കിയെല്ലാം തീർന്നു. ഉപ്മാവ് മാത്രം അങ്ങനെ ഇരിക്കുന്നുണ്ട്, ആർക്കും വേണ്ട ഉപ്മാവ്. പിന്നെ ഗ്രീൻ പീസിൻ്റെ കറി, അതുപോലെ വാഴപ്പഴം ഉണ്ടായിരുന്നു, പുഴുങ്ങിയതും സോസേജ് ഉണ്ടായിരുന്നു. പിന്നെ പാൻ കേക്ക് ഉണ്ടായിരുന്നു, ബ്രോക്കലി ക്യാരറ്റിൻ്റെ സ്റ്റീം ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. വിക്കിക്ക് പാൻ കേക്ക് മതി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് സാൻഡ്വിച്ച് ഉണ്ട് അവിടെ. സ്റ്റാർട്ടിങ്ങിൽ സാൻഡ്വിച്ചും കട്ട് ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസുണ്ട്, മിൽക്ക് ഷേക്കുണ്ട്. അങ്ങനെ കോഫി എന്തൊക്കെയാണ് വേണ്ട, ചായ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ബീച്ച് വ്യൂ കണ്ടിട്ട് ഇരുന്ന് കഴിക്കാം. ഇതേപോലെ പുറത്ത് പോയിരുന്ന് കഴിക്കാം. നമ്മളിപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോയില്ല. പിന്നെ ഇതെല്ലാം എടുത്തിട്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ കഷ്ടമാണല്ലോ.
അതെ, അപ്പം അപ്പോൾ അവർ രണ്ടാമത് നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ജാനൂട്ടിന് ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഏട്ടനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഓരോരുത്തരായിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റില്ല. അവർ ചോദിച്ചു കേട്ടോ, ജാനൂട്ടിനെ എടുക്കണോ ചോദിച്ചു. പിന്നെ ജാനൂട്ടി ഉറക്കം വരുന്ന ടൈമായിരുന്നുകൊണ്ട് ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഉറക്കമായിരുന്നു. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പം നമ്മൾ തിരിച്ച് റൂമിലോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ വെളിയിലൊക്കെ പോയി ഒന്ന് കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിനകത്തോട്ട് പോയത്. ജാനൂട്ടിക്ക് മാങ്ങയൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഉറങ്ങി കേട്ടോ ജാനൂട്ടിൻ്റെ ഉറങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. ജാനൂട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു തൊട്ടിലും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങി ജാനൂട്ടി, നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ അത് ജാനൂട്ടിയൊക്കെ എണീറ്റ് വിക്കിയും ഏട്ടനും കൂടിയിട്ടൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ രണ്ടുപേരും കൂടെ കളിക്കുന്നത് ഞാൻ മുകളിലിരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ജാനൂട്ടി ഉറങ്ങുമായിരുന്നു കേട്ടോ. അടുത്ത ഉറക്കം ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് താഴോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ലഞ്ചും ഡിന്നറും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പുറത്തുനിന്നുള്ള വിഭവങ്ങളായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോസൊക്കെ മിസ്സിങ് ആണ്. അതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സംഭവങ്ങളൊന്നും ഇല്ലയെന്ന്. ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ചെയ്തു, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും സ്വിമ്മിംഗ് പൂളിലൊക്കെ അത് എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് അപ്പം പോകാൻ പോവാണ്. അപ്പം എല്ലാവരും റെഡിയായി 11 മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും റെഡിയായതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇഡ്ഡലിയും സാമ്പാറും ദോശയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് ഞാനും വിക്കിയും കൂടിയിട്ട് അവിടെ ചെയ്യായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. എറണാകുളത്തേക്കാണ് പോണത്, ചെറായിൽ നിന്ന്. അപ്പം ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ നിന്നിട്ടുള്ള റിസോർട്ടിൻ്റെ ഒരു ഫുൾ വ്യൂ ആയിട്ടൊന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ പുറത്ത് പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ കാറിൽ വരുന്ന സമയത്ത് എടുക്കാൻ അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നടന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിലെ വെളിയിലെ വ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോരോ കോട്ടേജസ് ഉണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പം ലേക്ക് വ്യൂ വേണ്ടവർക്ക് അത്, ഗാർഡൻ വ്യൂ വേണ്ടവർക്ക് അങ്ങനത്തെ, പിന്നെ താഴെ മുകളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് പറയണത്. നമ്മളിപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്, എറണാകുളത്തോട്ടാണ് ഇവിടെ നിന്ന് പോണത്. അതിനുശേഷം പാസ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവും, പാലക്കാടിലോട്ട് പോവും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ നമ്മൾ നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ US-ലോട്ട്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള വ്ളോഗ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.